ഇതിനെ സംബന്ധിച്ചും റെക്കി ഹീലിനെ സംബന്ധിച്ചും 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. മൂന്നാമത്തതാണിത്. നമുക്ക് റെയ്ക്കിയും പ്രാണി ഹീലിങ്ങും നമ്മളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നു. നമ്മൾ ഉൾക്കൊണ്ട ഒരു സമൂഹത്തിൽ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നാം ഓരോരുത്തരും തമ്മിലും ഒറ്റയ്ക്കും കൂട്ടമായും ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അതായത് അമ്മ കുഞ്ഞിനെ, സുഖമില്ലാതെ ഇരിക്കുന്ന കുഞ്ഞിനെ ആദ്യം അമ്മയുടെ ദർശനം ചെല്ലുന്നു കുഞ്ഞിന്മേൽ. അത് കഴിഞ്ഞ് കരസ്പർശം നടത്തുന്നു. ഇത് രണ്ടും ഹീലിംഗാണ്. പ്രാണി ഹീലിംഗുമാണ്, റേക്കി ഹീലിംഗുമാണ്. ഏതുമാകാം. ആ ഒറ്റ ഹീലിംഗ് കൊണ്ട് കുഞ്ഞിന് സുഖം അനുഭവപ്പെട്ടു തുടങ്ങുന്നു. ഈ കുഞ്ഞ് ഈ അമ്മയുടെ സ്പർശം അതൊരു ഹീലിംഗ് ആണെന്ന് പറയാൻ കാര്യം, അമ്മയുടെ മനസ്സ് പൂർണ്ണമായിട്ടും ആ കുഞ്ഞിൽ ഉണ്ട്. കുഞ്ഞിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സ്പർശിക്കുന്ന മാത്രയിലും ദർശന മാത്രയിലും അതൊരു ഹീലിംഗാണ്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും അമ്മയുടെ കണ്ണെത്താത്തളവില്ല. അത് വലിയ പ്രൊട്ടക്ഷനാണ്. ആ ദർശനം കൊണ്ട് തന്നെ കുഞ്ഞിന് വേണ്ടത്ര വലിയ പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത് എല്ലാ മേഖലകളിലും. അസുഖമുള്ള കുഞ്ഞ് അസുഖം കുറേശ്ശെ ആശ്വാസം വന്നു തുടങ്ങുന്നു. കുഞ്ഞിൻ്റെ അസുഖമായിട്ട് നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുകയില്ല, ഡോക്ടറെ കാണും. അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ നമ്മൾ കാണാതെ നമുക്ക് സഹിക്കാൻ പറ്റില്ല, ക്ഷമിച്ചിരിക്കുകയില്ല. അമ്മയുടെ ഈ സ്പർശനം കൊണ്ടാണോ, അമ്മയുടെ ഈ നോട്ടം കൊണ്ടാണോ, മനസ്സിൻ്റെ കരുതൽ കൊണ്ടാണോ രോഗം മാറിയത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയില്ല. ഡോക്ടറെയും കണ്ടു, ഇതിലേതാണ് എഫക്റ്റ് ആയെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ അസുഖം മാറും. ഡോക്ടർ ഒരാഴ്ചയൊക്കെ മരുന്ന് കൊടുത്തു, കുഞ്ഞിൻ്റെ അസുഖം മാറി. പക്ഷേ അമ്മ ചെയ്ത ഈ വലിയ ഹീലിങ് പ്രാണി ഹീലിങ്, റെക്കി ഹീലിങ്, ഇതുകൊണ്ടാണോ മാറുന്നത്, മരുന്നുകൊണ്ടാണോ എന്ന് നമ്മളെങ്ങനെ അറിയും? അമ്മ നോക്കുന്നത് അമ്മയുടെ സർവ്വ ജൈവശക്തി ഉപയോഗിച്ചാണ് കുഞ്ഞിനെ നോക്കുന്നത്. ഒരു കുഞ്ഞിലേക്ക് അമ്മയുടെ ദർശനം എത്തുന്നത് അമ്മയുടെ സർവ്വ ശക്തിയും സർവ്വ ഗുണങ്ങളും സർവ്വ ജൈവശക്തിയും കോൺസെൻട്രേറ്റ് ചെയ്താണ്. ആ മനസ്സാണ് അവിടെ പതിക്കുന്നത്. ആ കൈകൾ സ്പർശത്തിലൂടെ മനസ്സാണ് പതിക്കുന്നത്. ആ മനസ്സിലൂടെ, ആ കൈയിലൂടെ അമ്മയിലുള്ള ജൈവശക്തി അങ്ങോട്ട് പകരുന്നത്. അതുകൊണ്ട് കുഞ്ഞിന് രോഗം മാറുക തന്നെ ചെയ്യും. അമ്മയുടെ സ്പർശവും ദർശനവും കൊണ്ട് തന്നെ ഭേദപ്പെട്ടാലും നമ്മൾ അറിയുന്നില്ല. മരുന്ന് കൊടുത്തിട്ടാണെന്ന് നമ്മൾ വിചാരിക്കും. മരുന്ന് കൊടുത്തതാണോ എന്ന് ഉറപ്പിക്കേണ്ട കാര്യവുമില്ല. അസുഖം മാറിയല്ലോ, അത് മതി. അതുപോലെ ഈ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകൻ ക്ലാസ്സുകൾ എടുക്കുന്നു. ആ ക്ലാസ്സുകൾ കുട്ടി ശ്രദ്ധിച്ചിരിക്കുന്നു, അധ്യാപകൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു. ആ നോക്കിയിരിക്കുന്ന ആ കുട്ടിയിലേക്ക് അധ്യാപകൻ സത്യത്തിൽ ആശയങ്ങൾ പ്രസരിപ്പിക്കുക ചെയ്യുന്നത്. കുട്ടിയുടെ ബുദ്ധിയോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം. വൈകാരികമായ ഒരു കഴിവ് ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് കൂടുതൽ കുറവൊന്നും കാര്യമായില്ല, ചെറിയ വ്യത്യാസമൊക്കെ വരാവുന്നേ ഉള്ളൂ. അധ്യാപകൻ്റെ
മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു വൈകാരിക അവസ്ഥയുണ്ട്. അധ്യാപകനിൽ ക്ലാസ് എടുക്കുന്നതിന് മുൻപായി സംഭവിക്കുന്ന ഒരു വൈകാരിക ഉത്തേജനമുണ്ട്. ആ ഉത്തേജനത്തോടെ അധ്യാപകൻ പ്രസരിപ്പിക്കുന്ന വാക്കുകളിലൂടെ പ്രസരിപ്പിക്കുന്ന ആശയം അത് അധ്യാപകൻ്റെ മുഖത്ത് നിന്ന് നേരിട്ട് ഗ്രഹിക്കുന്നു. കുട്ടി മുഖത്ത് നോക്കിയിരിക്കണം. ബുദ്ധിക്കുറവൊന്നോ കൂടുതലൊന്നും ഒരവസ്ഥയില്ല, ഒരു കുട്ടിക്കുമില്ല. എന്തെങ്കിലും രോഗം മാനസികമായ അപൂർവം ഉണ്ടാവാം, അത് ഭേദപ്പെടുത്തുകയും ചെയ്യാമല്ലോ. അതില്ലാത്ത ഒരു കുട്ടിക്കും ബുദ്ധിക്കുറവൊന്നും ഒരവസ്ഥയില്ല. എല്ലാം ബുദ്ധിയുള്ള കുട്ടികളാണ്. ആ ഒരു വൈകാരിക മേഖല ഉണർത്താൻ അധ്യാപകന് കഴിയണം. ക്ലാസ്സുകളിലെ ആശയങ്ങൾ കുട്ടിയിലേക്ക് അധ്യാപകൻ്റെ മുഖത്തു നിന്നും പ്രസരിപ്പിക്കണം. ജൈവശക്തിയായി, ജൈവ ഊർജമായി, വാക്കുകളിലൂടെയും മുഖത്തൂടെ ആ ഭാവവ്യത്യാസങ്ങളിലൂടെ, അധ്യാപകൻ്റെ നിപ്പിലൂടെ, ആ പുസ്തകം പിടിച്ചിരിക്കുന്നതിലൂടെ എല്ലാം അധ്യാപകൻ്റെ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നപ്പോൾ അപ്പം ആ പ്രസരിച്ച് നിൽക്കുന്ന ഊർജം, ജൈവോർജം, പ്രാണശക്തി, അതാശയം കലർത്തി അങ്ങോട്ട് പ്രസരിപ്പിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഈ കുട്ടിയിലത് എത്തുകയും കുട്ടിയുടെ അബോധ തലത്തിലേക്ക് ഉപബോധ തലത്തിലേക്കും അത് ചെന്നെത്തുകയും ചെയ്യും. ഉപബോധ തലത്തിലേക്ക് കുട്ടി അറിയുന്നേയില്ല, അബോധ തലത്തിലേക്കും പോകുന്നുണ്ട്. കുട്ടി മനസ്സിൽ നിന്ന് അത് മറന്നു നോക്കുക. ഒരു ക്ലാസ്സിന് ശേഷം മറന്നാലും അവൻ്റെ അബോധ തലത്തിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം പുസ്തകം വായിക്കുകയോ അതേ ആശയം ഒന്നുകൂടെ ആരിൽ നിന്നെങ്കിലും കേൾക്കുകയോ കൂടി ചെയ്താൽ അത് വീണ്ടും ഉണരും, ഒന്നുകൂടെ ബലത്തിലും കുറയ്ക്കും. കുട്ടി വായിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ചെറിയൊരു പ്രശ്നം. ആ സാരമുള്ളതല്ല, വായിക്കാൻ ഉപയോഗിക്കുന്ന ആ ഊർജം, അങ്ങോട്ടുള്ള കോൺസെൻട്രേഷൻ, ആ നോട്ടത്തിലുള്ള കോൺസെൻട്രേഷൻ, അത് ആ പുസ്തകം പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു സമ്മർദ്ദം കാരണം ശരിയായ രീതിയിൽ അത് കംപ്ലീറ്റ് അബോധ തലത്തിലേക്ക്, ഉപബോധ തലത്തിലേക്ക് എത്തുകയില്ല. അതുകൊണ്ടാണ് പല പ്രാവശ്യം അത് വായിച്ചെങ്കിൽ മനസ്സിൽ വരുള്ളൂ. അതേസമയത്ത് അധ്യാപകൻ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ അധ്യാപകൻ്റെ ആ ട്രാൻസ്മിഷൻ, ആശയങ്ങളുടെ ട്രാൻസ്മിഷൻ അത് മുഖത്തു നിന്ന് നടക്കുന്നതുകൊണ്ട് കുട്ടിയുടെ ഉപബോധ മനസ്സിൽ നിശ്ചയമായിട്ടും അത് ചെന്ന് പതിക്കും, റെക്കോർഡ് ചെയ്യപ്പെടും. അത് അധ്യാപകൻ്റെ ഒരു കഴിവാണ്. ആ കഴിവ് എല്ലാ അധ്യാപകർക്കും ഉണ്ട്. പക്ഷെ ചില അധ്യാപകർ വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊണ്ട് അത് ചിലപ്പോൾ അതുപോലെ പ്രസരിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അധ്യാപകരെയാണ് അത്ര നല്ല അധ്യാപകനല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അയാൾക്കത് കഴിവില്ലാഞ്ഞിട്ടല്ല, ആ കോൺസെൻട്രേഷൻ ഒന്നുകൂടെ റീകണ്ടിന്യൂ ചെയ്താൽ എല്ലാ അധ്യാപകരും ആ കഴിവുണ്ട്. ഒരു വൈകാരിക മേഖല ഉണർത്തും കുട്ടിയുടെ. ആദ്യം ആ മേഖല ഉണരേണ്ടത് അധ്യാപകന് തന്നെയാണ്. അധ്യാപകൻ്റെ ആ വൈകാരിക മേഖല ഉണർത്തി അതിലൂടെ പുറത്തു വരുന്ന ഭാവഭേദങ്ങളും ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ആ വാക്കുകളും കൊണ്ട് ആശയം അടിച്ചേൽപ്പിക്കുക. കുട്ടിയിൽ ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കുക. അവൻ്റെ അബോധ തലത്തിലെത്തും. ആദ്യം ഉപബോധ തലത്തിലും പിന്നെ അബോധ തലത്തിലേക്ക് അത് മാറ്റപ്പെടും. അതാണ് ആ വൈകാരിക അവസ്ഥ വീണ്ടും ഉണ്ടാകും പരീക്ഷ എഴുതുമ്പോൾ. അത് വായിച്ച് നമുക്കത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അതായത് ഇന്ന് ലോകത്തിലുള്ള എല്ലാ ക്ലാസ്സുകളിലും, എല്ലാ കോളേജിലും, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്ന വിഷയങ്ങൾക്കുള്ള ബുക്കുകൾ കിട്ടും. ആ ബുക്ക് വായിച്ചാൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അത്ര ഉയരുകയില്ല. അധ്യാപകൻ്റെ ആ വൈകാരികമായുള്ള ആ മനുഷ്യൻ്റെ ശക്തി അഭവമാണ്, വളരെ ഭൂമിക്ക് അതീതമായ ഒരു ഊർജ്ജമാണത്. ആ ഊർജ്ജത്തിൽ ആ വൈകാരികമായ ശക്തി അടിച്ചേൽപ്പിക്കുക വിദ്യാർത്ഥിയിലേക്ക് ചെല്ലുന്നത്. ഇതൊരു ഹീലിംഗാണ്. പ്രാണി ഹീലിംഗ് എന്ന് പറയും, റേക്കി ഹീലിംഗ് എന്ന് പറയും. ഇതാണ് ഹീലിംഗ്. ഈ വൈകാരികാവസ്ഥയിലൂടെ ഒരു ഉൽപ്പന്നം അടിച്ചേൽപ്പിക്കുക മറ്റൊരാളിലേക്ക്. വൈകാരികാവസ്ഥ സൃഷ്ടിക്കണം ആളിൽ.
വാക്കുകൊണ്ടും ഭാവം കൊണ്ടും മറ്റ് അതിനുള്ള ചുറ്റിപ്പറ്റിയുള്ള ക്രമീകരണങ്ങൾ കൊണ്ടും. അതാണ് ഈ ഈ ഹീലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാനുള്ളൊരു സിദ്ധി ഓരോ അധ്യാപകനും ഉണ്ട്. ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന കുട്ടി വളരെ മുൻപിലായിരിക്കും. അവനിത് വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ ഒന്ന് വായിക്കാതിരിക്കാൻ അവന് പറ്റുകയില്ല. അവൻ ഓർത്തോർത്ത് വരും അധ്യാപകൻ്റെ ആ വാക്കുകൾ, ആ ഭാവഭേദങ്ങൾ, ആ ശബ്ദം, ഉച്ചാരണം, ആശയം, ഇതെല്ലാം കൂടെ അങ്ങ് ഓർമ്മ വരും കുട്ടിയിൽ. കുട്ടി അറിയാതിരുന്ന് ചിന്തിക്കുമ്പോൾ അത് ഓർമ്മപ്പിച്ച് തോന്നിയാൽ ആ ബുക്ക് മറിച്ച് നോക്കും. ഇതാണ് പഠനം എന്ന് പറയുന്നത്. പുസ്തകം വായിച്ച് മാത്രം എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. കുറച്ച് ആൾക്കാർക്ക് പറ്റിയേക്കാം. അധ്യാപകൻ്റെ മുഖത്തു നിന്ന് അറിയുന്ന എത്ര ഗൗരവമുള്ള വിഷയവും അത് നമ്മളിലേക്ക് ഓരോ ഒറ്റയടിക്ക് പൊറ്റിയില്ലേ പോലും അത് ഉരുത്തിരിഞ്ഞു വരും ദിവസങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ അധ്യാപകനോട് ചോദിക്കാം, അതൊന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് തരാമോ എന്ന്. അപ്പം അധ്യാപകൻ അത് ഒന്നുകൂടെ ഒരു വൈകാരികമായ ഒരവസ്ഥയിൽ അധ്യാപകൻ വരും. അധ്യാപകൻ പിണക്കല്ല ഉണ്ടാകുന്നത്. ഒരു വിദ്യാർത്ഥി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അധ്യാപകന് സന്തോഷമാണ്. ഏത് അധ്യാപകന് വരുന്നത് ഉള്ളികൊണ്ട്. ചിലപ്പോൾ കളിയാക്കുകയും ചെയ്യാൽ പോലും തമാശനാണ്, വെറുതെ ഒരു 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 ഉണർവ് സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അധ്യാപകന് ആ കുട്ടിയെ ഇഷ്ടമാണ്. അതാണ് സത്യം. ഇത് ഹീലിംഗാണ്. ഹീലിംഗ് നടക്കുന്നു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ, അമ്മയും കുഞ്ഞും തമ്മിൽ ഹീലിംഗ് നടക്കുന്നു. അമ്മയുടെ മനസ്സിൻ്റെ കവചത്തിനകത്താണ് ഓരോ കുട്ടിയും ജീവിക്കുന്നത്. അടുക്കള ജോലി ചെയ്യുമ്പോഴും, തുണി അലക്കുമ്പോഴും, പുറത്തെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും കുഞ്ഞകത്തുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മേലാണ് കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുക അമ്മയുടെ ആ ശ്രദ്ധ, ആ ഊർജ്ജവലയം, പ്രാണോർജ്ജ വലയം. റേക്കിയിലൂടെയും പ്രാണി ഹീലിങ്ങിലൂടെയും. അത് പ്രാണി ഹീലിങ്ങും റേക്കി ഹീലിങ്ങുമാണ്. അമ്മയുടെ ആ മനസ്സിൻ്റെ ആ ഒരു ചിട്ടപ്പെടുത്തൽ, ആ ഒരു കരുതൽ, അതാണ് കുട്ടിയുടെ എല്ലാ പ്രൊട്ടക്ഷനും. എന്തു പ്രശ്നങ്ങളുണ്ടാക്കാം കുട്ടി, പക്ഷേ അറിവില്ലായ്മ ഉണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് അമ്മയുടെ ആ കരുതലാണ്, അമ്മയുടെ ആ ഹീലിംഗാണ്. എപ്പോഴും ഉണ്ട്. അതൊരു 15 വയസ്സ് വരെയെങ്കിലും എപ്പോഴും ഉണ്ടാവും. സ്കൂളിൽ പോയാലും, യാത്ര എങ്ങോട്ടെങ്കിലും പോയാലും, ഉത്സവത്തിന് പോയാലും, പെരുന്നാളിന് പോയാലും ഒക്കെ അമ്മമാരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ കുട്ടിയുടെ മേലുണ്ട്, കുട്ടിയുടെ ചുറ്റുമുണ്ട്, കുട്ടിയുടെ ശരീരത്തിലുണ്ട്. വലിയ പ്രൊട്ടക്ഷനാണത്. അമ്മമാരറിയാതെ ചെയ്യുന്നതാണ്. അറിഞ്ഞാലും അതേ എഫക്റ്റ് കിട്ടും. അമ്മമാരുടെ വൈകാരിക മേഖലയിൽ നിന്നാണ് വരുന്നത്. ആ വൈകാരികമായി എന്തുമേ ഫലത്തേക്കുള്ളൂ. വൈകാരികമായി ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടമേ നിലനിൽക്കൂ. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇഷ്ടം പ്രയോജനം ചെയ്യില്ല. ഇരു കൂട്ടർക്കും ദോഷമുണ്ടാവും. വൈകാരികമായൊരു ചേഞ്ച് വന്നിട്ട് ഒട്ടിച്ചേർക്കാൻ പറ്റൂ. രണ്ട് ലോഹങ്ങളിൽ കൂട്ടി യോജിക്കുന്നൊന്ന് ഉരുക്കിയിട്ട തമ്മിൽ ചേരാൻ പറ്റുള്ളൂ എന്നതാണ് അവസ്ഥ. എന്നതുപോലെ ഈ വൈകാരിക മേഖല ഉണർത്തേണ്ട അമ്മയിൽ ഉണർന്നിരിക്കുക എപ്പോഴും. അത് അധ്യാപകൻ ഉണർത്തണം, അധ്യാപകൻ ഉണരും. അത് അധ്യാപകൻ്റെ ഒരു കടമയാണത്. അങ്ങനെയുള്ളവർക്കാണ് അധ്യാപകന് ഉള്ള ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരുള്ളൂ. ആ അധ്യാപകന് കുട്ടിയിലേക്ക് ആശയങ്ങൾ അടിച്ചേൽപ്പിക്കും. എത്ര ഗൗരവമുള്ള ആശയം അടിച്ചേൽപ്പിക്കും. ക്ലാസ്സിൽ ശരിയായി അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. വീട്ടിൽ ഒന്നും നോക്കിയില്ലേ പോലും ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അത് ഒരു വലിയ കാര്യമാണ്. ഇതുപോലെ നമ്മൾ ഡോക്ടറുടെ കാര്യം എടുത്താൽ, ഡോക്ടർ ഒരു രോഗിയെ കണ്ണുകൊണ്ടും മരുന്നുകൊണ്ടും സ്പർശം കൊണ്ടും ചികിത്സിക്കുന്നു. ഒരു ഡോക്ടർ ദർശന മാത്രയിൽ തന്നെ ആ ഒരു മനസ്സിൻ്റെ ഒരു പരതൽ ആ ആളിൽ നടത്തുന്നുണ്ട്. വൈകാരികമായ ഒരു അവസ്ഥ ആ ഡോക്ടർക്ക് അപ്പോൾ ഉണ്ടാവും. ഡോക്ടറെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ ആളിലൊന്ന് ദർശിക്കും. ദർശന മാത്രയിൽ തന്നെ അയാളിലേക്ക് ആ ദർശനത്തിൻ്റെ ഊർജം, ജൈവോർജം കടന്നു കയറി അയാളെക്കുറിച്ച് ധാരണ ഡോക്ടർക്ക് വരും. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയെന്ന് വരും, പൾസറിയും. ഡോക്ടർ ഒന്ന് സ്പർശിച്ച് നോക്കും ഏതെങ്കിലും അസുഖമുള്ള ഭാഗത്ത്.
അതൊന്ന് പരിശോധിച്ചു, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാ ഡോക്ടറും സ്പർശിക്കും. ആ സ്പർശനത്തിലൂടെ ഒരു ഊർജ്ജ പ്രസരം അങ്ങനെ അറിഞ്ഞോ അറിയാതെ ആ രോഗിയിലേക്ക് ചെല്ലും. രോഗിയിൽ ഒരു മാറ്റം മാനസികമായിട്ട് വരും. ഡോക്ടർ പറയുന്നത് എന്തും ശരിയാണെന്ന് തോന്നും രോഗിക്ക്. ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് നല്ലപോലെ ഫലിക്കും. അതാണ് കൈപുണ്യമുള്ള ഡോക്ടർ എന്ന് പറയുന്നത്. ഡോക്ടർമാർ ഭൂരിഭാഗവും നല്ല കൈപുണ്യമുള്ളവരാണ്. ആ കൈപുണ്യമുള്ളവരുടെ സാന്നിധ്യം, സ്പർശനം, ആ സ്റ്റെതസ്കോപ്പ് വെച്ചുള്ള നോട്ടം, ചില ചോദ്യങ്ങൾ, ആ ഉത്തരം ഗ്രഹിക്കുന്നതിലൂടെ അയാൾ വീണ്ടും ചോദിക്കുന്നത്, ഇതൊക്കെ ഹീലിംഗാണ്. അത് ആ ജൈവശക്തിപരമായ പ്രാണൻ്റെ ലെവലിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉത്തേജിപ്പിക്കലാണ്. അതിലൂടെ ഒന്ന് അറിയും തമ്മിൽ ഡോക്ടർ അറിയും, ഡോക്ടറെക്കുറിച്ച് നമ്മളും ഒന്നറിയും. ആ അറിവിലൂടെ ഒരു ബന്ധം സ്ഥാപിച്ച് അദ്ദേഹം ഒരു മരുന്ന് നിർദ്ദേശിക്കും. ആ മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മാറാറുണ്ട്. ഡോക്ടർ പറയുന്നത് പോലെ ചെയ്താലും മതി. ആ ചില ഡോക്ടർ പച്ചവെള്ളം എടുത്തു കൊടുത്താലും രോഗം മാറും എന്നൊരു നാട്ടിലേ ഒരു ചൊല്ലുണ്ട്. കൈപുണ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ മാനസിക വൈകാരികമായ ഒരു ട്രാൻസ്മിഷനാണ് അതിൻ്റെ കാര്യം. ആ ട്രാൻസ്മിഷൻ ആ രോഗിയിലേക്ക് അപ്പം തന്നെ രോഗം ഭേദമാകാൻ തുടങ്ങും. അങ്ങനെ ദർശനത്തിൽ തന്നെ, അങ്ങനെ സ്പർശനത്തിൽ തന്നെ ആ ഒരു ഭേദമാകൽ മരുന്നുകൂടെ കഴിച്ച് ആ ഒരു വിശ്വാസം കൂടെ രോഗിക്ക് വരുമ്പോൾ അത് സുഖമാകും. ആ അസുഖം ഭേദപ്പെടും. ഡോക്ടർമാരെല്ലാം നല്ല ഹീലർമാരാണ്, നല്ല ഒന്നാം തരം പ്രാണ ഹീലർമാരാണ്, റേക്കി ഹീലർമാരാണ്. അവർ ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊരു തൊഴിലായിട്ട് പ്രാണ ഹീലിംഗ്, റേക്കി ഹീലിംഗ് ചെയ്യുന്ന ആൾ ഇതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഈ വിഷയം. അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് സ്പെഷ്യലൈസ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പം ആളിന് മറ്റൊരാളിലേക്ക് ഈ വൈകാരിക മേഖല ഉണർത്തി ആശയങ്ങൾ പ്രസരിപ്പിക്കാനുള്ള ജൈവോർജ്ജം അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അവയവങ്ങളിലേക്ക്, മൊത്തം ശരീരത്തിലേക്ക്, അയാളുടെ മനസ്സിലേക്ക് മാനസിക മാറ്റങ്ങളും വരുത്താം. മാനസിക രോഗമുള്ളവരെയൊക്കെ ശരിയാക്കാറുണ്ട്. മാനസികമായ മാറ്റം വരും, വലിയ മാറ്റം വരും. ശരീരത്തിലും മനസ്സിലും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പ്രാണ ഹീലിങ്ങും റേക്കി ഹീലിങ്ങും സാധിക്കും. ഡോക്ടർ ചെയ്യുന്നു. ഡോക്ടർ മരുന്നൂടെ ചേർത്ത് സ്പർശനം കൊണ്ട് പ്രസരിപ്പിക്കൊണ്ട് രോഗം ഭേദമാക്കുന്നു. പ്രാണ ഹീലർ അത് മാത്രം ഉപയോഗിക്കുന്നു. പ്രാണ ഹീലർ ശരീരശാസ്ത്രം അധികം പഠിച്ചിട്ടില്ല, അധികം ഡോക്ടറുടെ ഒപ്പം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത്രയും ഉള്ളിൽ പ്രവർത്തനവും അറിവൊന്നും അറിയില്ല. അയാൾ ചെയ്യുന്നത് വൈകാരിക മേഖല കറക്റ്റ് ചെയ്യുക ചെയ്യുന്നത് രോഗിയുടെ. സത്യത്തിൽ അയാളുടെ ആ വൈകാരിക മേഖല ഈ ചക്രാസിൻ്റെ ക്രമീകരണം കൊണ്ട് മാറ്റം വരുത്താൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ അത് മുഖേന പലപ്പോഴും രോഗങ്ങൾ വരാറുള്ളത്. ശരീരഘടനയിൽ വരുന്ന മാറ്റം, പ്രാണോർജ്ജം ശരീരത്തിൽ നിലനിൽക്കുന്ന ചക്രാസിൻ്റെ പ്രാണൻ്റെ ചക്രങ്ങൾ, 7 ചക്രങ്ങൾ, അതിൽ മാറ്റം വരുന്നതിലൂടെ തന്നെ രോഗം ഭേദമാകുന്നു. അത് മാത്രമേ കാണുകയുള്ളൂ പലപ്പോഴും പ്രശ്നങ്ങൾ. അത് എങ്കിലും പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമ്മൾ പ്രാണ ഹീലറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറെ കാണാൻ പോകും. കാരണം അവിടെ ഉപകരണങ്ങളുണ്ട്, ശാസ്ത്രീയമായിട്ട് നല്ല ഭൗതിക സംരക്ഷണം കിട്ടും. മറ്റേ പ്രാണൻ്റെ തലത്തിലുള്ള മാറ്റം വരും, അതും മാറ്റം വരുന്നുണ്ട്. നമ്മളുടെ ബോധത്തിൻ്റെ ആ ഒരു കുറവ് കാരണം നമ്മളത് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ഫിസിക്കലായി തന്നെ ചികിത്സ വേണം, അത് ചെയ്യണം, എങ്കിലേ അത് ശരിയാവുള്ളൂ. കാരണം രോഗി വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, അടിയുറച്ച്. അതുകൊണ്ട് അതാണ് നല്ലത്. ഡോക്ടറെ കാണണം. ഹാർട്ട് അറ്റാക്കിന് സംശയം തോന്നിയാൽ ഡോക്ടറെ കാണണം, അപ്പം തന്നെ കാണണം. ഈ പ്രാൺ ഹീലിംഗ് എന്ന് പറയുന്നത് എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിലും അത് എഫക്റ്റ് ചെയ്യും എന്ന് രോഗിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും മാനസികമായിട്ട് ഉയർന്ന ഒരാളിനെ അത് മനസ്സിലാവുള്ളൂ. ഒരു യോഗിക്ക് മനസ്സിലാവും. യോഗികൾ ചികിത്സിക്കാറില്ലല്ലോ, ചികിത്സ ആവശ്യമില്ല. നാരായണ ഗുരുസ്വാമി ആണെങ്കിലും അദ്ദേഹത്തിന് ചില്ലറ പ്രശ്നങ്ങൾ ലാസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ അത് ശരിയായ ചികിത്സയ്ക്ക് അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. അതാണ് പ്രശ്നം. അദ്ദേഹത്തെ അറിയുന്നു, എല്ലാം അറിയുന്നു. ഫിസിക്കൽ ബോഡിക്ക് വരുന്ന പ്രശ്നങ്ങൾ ഔഷധം വേണ്ടി വരും പലപ്പോഴും. എല്ലാ
അസുഖങ്ങൾക്കും അങ്ങനെ വേണ്ടി വരികയില്ല. നാരായണ ഗുരുസ്വാമി ദൈവതുല്യനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളായിരുന്നു. ലോകത്തെക്കുറിച്ച് എല്ലാം പഠിച്ച ആളായിരുന്നു. മറ്റു മനുഷ്യരെക്കുറിച്ച് എല്ലാം പഠിച്ച ആളാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനം പോലും നമുക്കെടുക്കാനാവില്ല. നമ്മളതിനേക്കാൾ എത്രയോ ആയിരം ലക്ഷക്കണക്കിന് മടങ്ങ് താഴെയാണ് നിൽക്കുന്നത് സാധാരണ മനുഷ്യൻ. നമ്മൾ ഈ ഹീലിങ്ങിനെ 100% വിശ്വസിച്ച് നമുക്ക് ചെയ്യാം. അത് ചെയ്താൽ അതിൻ്റെ ഫലം ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. രോഗിയും അമ്മമാരും അധ്യാപകരും ഒക്കെ ഹീലിംഗാണ് ചെയ്യുന്നത്. കച്ചവട സ്ഥാപനങ്ങളിൽ സെയിൽസ്മാൻമാർ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ആ ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെ ആ മുഖത്തെ ഭാവവ്യത്യാസങ്ങളിലൂടെ ഒരു വസ്തുവിനെക്കുറിച്ച് ഉള്ള ആശയം, അയാളുടെ വൈകാരിക അവസ്ഥ പ്രാണനെ ചേർത്ത് ഉപഭോക്താവിലേക്ക് അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത്. അതവിടെ ചെന്ന് കരിപ്പിടിച്ച് ആശയമായി മാറും. അയാൾക്കത് വാങ്ങാതിരിക്കാൻ സാധിക്കുകയില്ല. ഈ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആളിൻ്റെ മുഖഭാവവും ഉപയോഗിക്കുന്ന വാക്കുകളും ശബ്ദവുമൊക്കെ ആ വസ്തു വാങ്ങാൻ ഉള്ള ആശയം അതിൽ അടിച്ചേൽപ്പിക്കുന്ന കാരണം അയാൾ അതേ കടയിൽ നിന്ന് തന്നെ അതേ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആ സാധനം വാങ്ങുള്ളൂ. വേറെ വാങ്ങിയാലും തൃപ്തി വരികയില്ല. അത് ഒഴിവാക്കിയിട്ട് മറ്റത് വാങ്ങണമെന്ന് തോന്നും. അങ്ങനെ എല്ലാ മേഖലകളിലും ഹീലിംഗ് നടക്കുന്നുണ്ട്. പ്രാണൻ്റെ ഈ കൈമാറ്റത്തിലൂടെ ആശയങ്ങളും വസ്തുക്കളും അന്യോന്യം കൈമാറിയെടുക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ട്. അത് ബോധപൂർവം ചെയ്യുമ്പം പ്രാണി ഹീലിങ്ങും റേക്കി ഹീലിങ്ങും ആകുന്നു. ബോധപൂർവം അല്ലാതെ ചെയ്യുമ്പോൾ അമ്മയുടെ കുഞ്ഞിൻ്റെ മേലുള്ള കരുതലും അധ്യാപകൻ്റെ വിദ്യാർത്ഥിയുടെ മേലുള്ള കരുതലും ഡോക്ടറുടെ രോഗികളുള്ള ചികിത്സയുമായി മാറുന്നു. ഇങ്ങനെ എല്ലാ മേഖലകളിലും സസ്യങ്ങളിൽ പോലും നമുക്ക് ഈ ഹീലിംഗ് ഉപയോഗിക്കാം. പ്രാണി ഹീലിംഗ് റേക്കി ഹീലിംഗ് ഉപയോഗിക്കാം. മൃഗങ്ങളിലെല്ലാം ഉപയോഗിക്കാം. പക്ഷികളിൽ ഉപയോഗിക്കാം. ഒരു പശുവിനൊരു പ്രശ്നം വന്നാൽ അതിൻ്റെ തലയിൽ തൊട്ട് അതിൻ്റെ ആ നട്ടിലിൻ്റെ ഭാഗത്തൂടെ മുകളിൽ കൂടെ അതിൻ്റെ ഏറ്റവും പുറകിൽ വരെ നമ്മളുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ഒന്ന് തലോടുക. ഒരു 5 പ്രാവശ്യം 6-7 പ്രാവശ്യം ഇങ്ങനെ തലോടുക. വലിയ ആശ്വാസം പശുവിന് വരുന്നത് കാണാം. ഒന്നും പഠിക്കാത്ത ഒരാളിന് ആ അസുഖം ഭേദമാകണമെന്നുള്ള ആഗ്രഹം കൂടെ മനസ്സുണ്ടെങ്കിൽ എളുപ്പമാണ്. ആ കരസ്പർശം, നമ്മുടെ ആഗ്രഹം നമ്മളുടെ ജൈവശക്തിയായി ആ കൈവെള്ളയിലൂടെ പ്രസരിച്ച് സാവധാനം വേണം അങ്ങ് താഴോട്ട് തലോടാൻ. നമ്മളുടെ കുട്ടിക്ക് അസുഖം വന്നാൽ തലോടുന്നത് എങ്ങനെയുണ്ട്, അത്ര സ്ലോയിൽ. കോഴിക്കുഞ്ഞിനെ കൈവെള്ളയിൽ വെച്ച് പച്ച കൈ കൊണ്ട് ഇങ്ങനെ അമർത്താതിങ്ങനെ ലൂസായിട്ട് പിടിച്ചുകൊണ്ട് ഇതേ കാര്യങ്ങൾ ചെയ്യാം. ആ കുട്ടിയിലേക്ക് നമ്മൾ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിച്ച് കോഴിക്കുഞ്ഞിലേക്ക് അതിൻ്റെ അസുഖം മാറുന്നത് കാണാം. ഇതൊക്കെ ഹീലിംഗാണ്. ഈ ഹീലിംഗ് എല്ലാം അവനോരിൽ തന്നെ ഇത് പ്രയോഗിക്കാൻ പറ്റും. അവനിൽ തന്നെ തലവേദന വന്നാൽ ഇതേ ശ്രദ്ധ നമ്മുടെ തലയിലെ പല ഭാഗത്തും 3 മിനിറ്റ് ഉപയോഗിക്കാം. 3 മിനിറ്റ് ഉപയോഗിക്കാം. അധികം ഉപയോഗിച്ചാൽ തലവേദന ഉണ്ടാകുന്നത് കാണാറുണ്ട്. നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കാം. എവിടെയെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ അവിടെ ഇതേ കൈ രണ്ടും ചേർത്ത് പിടിച്ച് ഇതേപോലെ ചെയ്യാം. മനസ്സ് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാൻ 1ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു, കൈ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അങ്ങനെ കൈ അല്പം ഒന്ന് കർവ് ചെയ്ത് ഏകദേശം ഒരു പരന്ന കപ്പിൻ്റെ ആകൃതിയിലാക്കി കപ്പ് കമിഴ്ത്തി വെക്കുന്നത് പോലെ നമ്മൾ ആ ഭാഗത്തേക്ക് കമിഴ്ത്തി വെക്കണം. അവിടെ ആ കൈക്കുള്ളിൽ നമ്മുടെ മനസ്സും കോൺസെൻട്രേറ്റ് ചെയ്യണം. റേക്കി ഹീലിംഗും ആണത്, പ്രാണി ഹീലിംഗുമാണ്. ഹീലിംഗാണത്. അത് സുഖപ്പെടുന്നറിയാം. അവനോട് പല രീതിയിൽ ഉപയോഗിക്കാം. മനസ്സിലുപയോഗിക്കാം, ശരീരാവയവങ്ങളിൽ ഉപയോഗിക്കാം, ചക്രാസിൽ ഉപയോഗിക്കാം, ഇന്ത്യയിൽ അവയവങ്ങളിൽ ഉപയോഗിക്കാം. ഇതൊക്കെ പ്രാണി ഹീലിംഗാണ്, റേക്കി ഹീലിംഗാണ്. തനിയെ ചെയ്യുക. ഇതൊക്കെ
ഈ റേക്കി ഹീലിങ്ങും പ്രാണി ഹീലിങ്ങും തമ്മിലുള്ള വ്യത്യാസം ആദ്യ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. കാര്യമായ വ്യത്യാസം ഇല്ലെന്നുള്ളതാണ് സത്യം. ഉപയോഗിക്കുന്ന മെത്തേഡിലേ ഉള്ളൂ മാറ്റം. ഭാവം മിക്കവാറും ഒരുപോലെയാണ്. മനസ്സിൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധമുണ്ട്. വൈകാരികമായൊരവസ്ഥ മനുഷ്യന് സൃഷ്ടിക്കണം. അതാണ് പ്രാണി ഹീലിങ്ങിൻ്റെ വിജയത്തിലെത്തുന്നത്. ഇപ്പോൾ നിർത്തുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി. ഓക്കെ.